നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോടിപ്പോ മൃദുല ഡോക്ടർക്ക് കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, അർച്ചനയുടെ ബാക്ക് ഹിസ്റ്ററി ഒന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് അർച്ചന തികച്ച ഒരു പുതിയ പേഷ്യന്റാ. അവർക്ക് അവളുടെ റിപ്പോർട്ട് കണ്ടിട്ട് വിഷമം തോന്നിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിപ്പോർട്ട് വിശ്വസനീയമാണ്. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം ഏതാണോ അതുപോലെ വിശ്വസിക്കാം. എനിക്കിപ്പോ നല്ലപോലെ ബോധ്യായി. ഇതോടുകൂടി അവളുടെ അധ്യായം അവസാനിച്ചു. ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങുന്നത്. അല്ല ചേച്ചി? ആരുടെ അധ്യായം അവസാനിച്ചു എന്നാ നീ പറയുന്നേ? എന്താ ഫയലില്? ഇങ്ങ് താ നോക്കട്ടെ. അതിന് താ നോക്കട്ടെ. തരാൻ പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ. നിന്നെ കാണിക്കേണ്ട ഫയലല്ല. അതിനകത്ത് എത്ര രഹസ്യം എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങതാ, നീ ആ ഫയല് ഇത്ര മാത്രം രഹസ്യം ഒളിപ്പിക്കണമെങ്കിൽ വിടും. അതിലെന്തോ കാണുമല്ലോ. പിന്നെ നിന്റെ ഡയലോഗും. ഇതൊക്കെ ഗുസ്തികളാണോ? രണ്ടുപേരോട് കിടന്ന് യുദ്ധം ചെയ്യാൻ? ചേച്ചി, ഇവക്ക് ഈ ഫയല് കാണണമെന്ന്, ഇതിനകത്തുള്ള രഹസ്യം അറിയണമെന്ന്, അതിനു വേണ്ടി എന്നെ ഉപദ്രവിച്ചതാ. എന്താ സ്നേഹമോളെ ഇങ്ങനെ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ഈ ഫയൽ ഏട്ടത്തിക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അപ്പോഴവള് ഈ ഫയൽ നോക്കിക്കൊണ്ട് അവളുടെ അധ്യായമൊക്കെ അവസാനിച്ചു എന്നും നമുക്കിനി കളി തുടങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പൊ അതിലെന്തെങ്കിലും രഹസ്യം കാണുമല്ലോ, അതാ ചോദിച്ചേ. അതിലൊരു രഹസ്യമില്ല മോളെ. എന്ത് രഹസ്യം ഉണ്ടാവാനാ? മോള് വായിച്ചു നോക്കിക്കോ. അതിങ്ങിതാ, സ്നേഹം ഒന്ന് വായിച്ചു നോക്ക. ഇതിനകത്ത് എന്താന്ന് അറിയേണ്ട ഒരു കാര്യവും എനിക്കില്ല ഏട്ടത്തി. ഇത് ഏട്ടത്തി എന്നെ വെച്ചോ. ഈ ഫയലൊന്ന് നോക്കി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. നല്ല ഒന്നാം തരം തല്ലു തരേണ്ടതാ നിനക്ക്. ഒരു നിമിഷം ഞാൻ ആകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഒക്കത്തിന് കാരണക്കാരൻ നീയാ. എത്ര പറഞ്ഞിട്ട് നീ തിരുത്തുന്നില്ലല്ലോ എനിക്ക്. വലിയ CBI പോലെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് കൊടുക്കാതെ വെച്ചിരുന്നതല്ലേ? അതൊരു തന്ത്രമായിരുന്നു. എനിക്കറിയാം അവള് തുറന്നു നോക്കില്ലെന്ന്. എന്നിട്ട് അവള് തുറക്കാൻ പോയല്ലോ. തുറന്നു വായിച്ചിരുന്നെങ്കിലോ? അതിനു മുമ്പേ ഞാൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് പറഞ്ഞ് അത് തിരികെ വാങ്ങിയേനെ. എനിക്ക് തന്ത്രം കളിച്ചല്ലേ ഒക്കൂ. നിന്റെ വിടവായിത്തരം കുറയ്ക്കണം. ഡയലോഗുകള് അന്തരീക്ഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ 1000 വട്ടം പറഞ്ഞ് പറഞ്ഞ് പ്രാവർത്തികമാക്കണം. അതാണ് മിടുക്ക്. ഇതിനി തൊട്ടു പോരുത് നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.